പൂട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ കൃഷിയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്തത് തണ്ണിമത്തൻ കൃഷിയാണത്. ഇതിൻ്റെ പൂവിട്ടേക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതാണ് പൂവിട്ടേക്കുന്നത്. ഇനി ഇതിൻ്റെ കാണിച്ചു തരാം. പിടിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ പിടിച്ചിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് 25 സെൻറ്റിലാണ്. പക്ഷെ ആദ്യം ഞങ്ങളുടെ ചെടി കുറച്ച് കേട് വന്നേക്കുന്നുണ്ട്. കണ്ടോ, കേട് വന്നത് ഇതൊരു അസുഖമാണ്. അതിൻ്റെ ചെവിട് കണക്ക് ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെ വന്ന് ഇത് ചീഞ്ഞു പോകുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു അസുഖമാണ്. ഞങ്ങളിടയ്ക്ക് വിത്തിട്ട് കൊടുത്ത്, അതുകൊണ്ട് നല്ല പ്രായമായിട്ടുണ്ട്. ഇവിടെ കേടായി പോയതിന് പകരം വേറെ വിത്തിട്ട് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ വിത്തിട്ട് ഇപ്പോൾ അത്രയും വളർച്ച എത്തിയിട്ടില്ല. ഇതുണ്ട്, ഇങ്ങനെയാണ് ആ കേട് വന്നിരിക്കുന്നത്. കേട് വന്ന് പോയിരിക്കുന്നതാണിത്. ഈ ചെവിട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെയാണ്. എന്താ ഈ ചെവിട് ഇങ്ങനെ ഇതുണ്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പലരോടും ചോദിച്ചാണ് ഞങ്ങൾ ചെയ്തത്. അതിൻ്റെ ആയിട്ടുള്ളൊരു പോരായ്മയുണ്ട്. ഇപ്രാവശ്യം ചെയ്തു വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ പോരായ്മകൾ എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ 1 ഏക്കർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുള്ള സ്ഥലങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് ഞങ്ങൾ ട്രിപ്പൊക്കെ ചെയ്ത് ഇറിഗേഷനൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ വെള്ളം കോരി നനയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അഥവാ തണ്ണിമത്തൻ ഫ്ലോപ്പ് ആയാലോ എന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യല്ലോ. ഇതുണ്ടത്, ഇതാണ് ഇതിൻ്റെ അസുഖം വന്നൊരു അവസ്ഥ. അതിൻ്റെ ചെവിട് ഇങ്ങനെ ആയിപ്പോയി. പുല്ല് വെച്ചേക്കെന്ന് വെച്ചാൽ ഓവറായിട്ട് ചൂടടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ വെള്ളത്തിൻ്റെ നനവ് നിൽക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ഡ്രൈ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുല്ല് ഇങ്ങനെ ചെത്തിയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അഥവാ ഞങ്ങൾക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ഊരിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കിട്ടുന്ന സ്ഥലത്ത് ഞങ്ങൾ വാഴ വെച്ചിട്ടുണ്ട്. കണ്ടോ, വാഴ വെച്ചേക്കുന്ന ഒരു വിത്ത് ഇട്ട് മുളപ്പിച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ ഡയറക്റ്റ് വിത്ത് ഇവിടെ ഇട്ട് മുളപ്പിച്ചേക്കുന്നത്. ഇത് കേടായി പോയതിന് പകരം വിത്തിട്ടേക്കുന്നതാണ്. അത് കായ് വരുന്നതേ ഉള്ളൂ. അതാണ് നമ്മുടെ നല്ല സ്റ്റേജായി പോയതിൻ്റെ കാരണം. അതാണ്, കുഴപ്പമില്ല. വേറൊരു 50 സെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഇവിടെ ഞങ്ങൾ വെള്ളം കോരി നനയ്ക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടാസ്ക് പരിപാടിയാണ്. ഇതാണ് ഞങ്ങളുടെ തണ്ണിമത്തൻ. പിന്നെ ഈ മണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്. ഇതുണ്ടോ, ഇവിടെ എന്താ പറയുന്നത്, തറഞ്ഞു കിടക്കുന്ന സ്ഥലമായിരുന്നു. ഞങ്ങൾ ട്രാക്ടർ ഇറക്കി നോക്കി, ട്രാക്ടറിൻ്റെ വീല് പിടിക്കുന്നില്ലായിരുന്നു. അങ്ങനെ അത് മാറ്റി JCBക്ക് കോരി മടക്കി വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. ഓൾറെഡി നമുക്കിവിടെ വെള്ളം ഉണ്ട്. ഇത്രയും ഈ ഒരു ഹൈറ്റ് വരേക്കും നമുക്ക് വെള്ളത്തിൻ്റെ നനവ് നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇതിപ്പോൾ കനാലിൽ വെള്ളമുണ്ട്. തൊട്ടടുത്ത് കനാലുണ്ട്. കനാലിൽ നിന്ന് വെള്ളം കയറി വരുന്ന ഇതിൻ്റെ അപ്പുറത്താണ്, ആ പുരയിടത്തിൻ്റെ അപ്പുറത്താണ് കനാൽ. അപ്പോൾ കനാലിൽ വെള്ളം ഉള്ളതുകൊണ്ട്
ഇങ്ങോട്ട് ആ വെള്ളം വലിയുന്നുണ്ട്. ആ വെള്ളം വലിയുന്നതിൻ്റെയാണ് നമ്മൾ ഇവിടെ ഈ വെള്ളം കാണുന്നത്. ഓക്കെ, അങ്ങനെ കനാലിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ വെള്ളം കോരി നനയ്ക്കുന്നത്. ഈ വെള്ളം ഇങ്ങനെ പോയി നമ്മുടെ പറമ്പും കഴിഞ്ഞ് നേരെ കനാലിൽ ഈ ഓട വഴി ഇങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുക. ഇതാണ് ഇവിടുത്തെ ജലസ്രോതസ്.